ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്. കമൻറ്റിൽ ആരോ ചോദിച്ചിരുന്നു, കുറേ നാളായിട്ട് ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്, എനിക്ക് ഏത് സ്റ്റേജ് ആണെന്ന് മനസ്സിലാവുന്നില്ല, എന്ത് ഇന്നർ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മേ ബി അപ്സ് ആൻഡ് ഡൗൺസ് കാണുമായിരിക്കും. ഇവിടുത്തെ വെതർ പോലെയാണ്. ഞാൻ ഇന്നലെ വീഡിയോ എടുത്തപ്പം നല്ല സണ്ണി ആയിരുന്നു, അപ്പൊ ഇന്ന് നല്ല തണുപ്പാണ്. സോ ഇറ്റ്സ് ഓക്കെ, ഈ ജേണി അങ്ങനെയാണ്. നമ്മള് ഒരു നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ആ ഒരു പ്ലേസിൽ എത്താൻ പറ്റത്തില്ല. സോ നമ്മുടെ അവയർനെസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കളഞ്ഞ് പതുക്കെ നമ്മൾ ആ ഒരു പ്ലേസിൽ എത്തുള്ളൂ. ലൈഫില് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. സോ ഒരു രീതിയിൽ പോലും നമുക്ക് നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? ഒരുപാട് കാര്യത്തിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് ബ്ലെസ്ഡ് ആയിരിക്കും. എത്ര കാര്യങ്ങൾ ദൈവം നമുക്ക് വാരി കോരി തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മളെക്കാളും അതിൽ കുറവായിട്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറില്ല അല്ലേ? സോ ഈ ജേർണിയില് കമ്പയർ ചെയ്യുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് എപ്പോഴെങ്കിലും എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ഒരു ജേർണിയിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ, ഡോണ്ട് തിങ്ക് ദാറ്റ് യു ഹാവിൻ റീച്ച്ഡ് എനിവെയർ. ഞാൻ തീർച്ചയായിട്ടും പറയാം, നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തതിൽ നിന്ന് ഓരോ മൊമെന്റം തന്നെ ഞാൻ പറയും, ഓരോ മൊമെന്റിലും നമ്മൾ ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. മേ ബി ഒരു വളരെ ഷോർട്ട് ആയിരിക്കും, അത് കണ്ണിന് കാണാൻ പറ്റാത്ത രീതിയിലായിരിക്കും, ബട്ട് അവർ ഇന്റേണൽ പ്രോസസ് അത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ അലൈൻ ആയിക്കൊണ്ടേയിരിക്കും, നമ്മുടെ ചക്രാസ് ബാലൻസ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് പോവേണ്ട കാര്യങ്ങൾ സ്ലോലി നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടേയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് കാമായിട്ടുള്ള ഒരു പ്ലേസിൽ നമ്മൾ എത്തും. ഒരിക്കൽ ഒരു ചെറിയ രീതിയിൽ പോലും ഒരു ഇമോഷണലി അഫക്റ്റ് ആവാതെ, ഫിസിക്കലി അഫക്റ്റ് ആവാതെ, വളരെ സ്ട്രോങ് എന്ന് പറയുമ്പം പുറമെ കാണുന്ന സ്ട്രെങ്ത് അല്ല, പക്ഷെ എന്ത് വന്നാലും അതിൽ റിയാക്ഷൻ ഇല്ലാതെ, ഒരു കാര്യം കാണുമ്പോൾ കരയത്തില്ലേ, നമ്മൾ ഇമോഷണലി വൾണറബിൾ പീപ്പിൾ ആയതുകൊണ്ടാണ് കരയുന്നത്. അപ്പൊ ആ ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ സമാധാനമായി എല്ലാത്തിനെയും സമാധാനമായി കാണാൻ പറ്റുന്ന പ്ലേസിലെത്തും. ഞാൻ ഇന്നർ വർക്ക് എന്ന് പറയുമ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് ഞാൻ എപ്പോഴും ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒന്നും പറയാൻ ഇല്ല, ബിക്കോസ് നമ്മൾ ഓൾമോസ്റ്റ് വലിയ കാര്യങ്ങളെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ടാവും. സോ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും, സ്പെൻഡ് ടൈം വിത്ത് യുവർ സെൽഫ്. വെറുതെ ഇരിക്കുക, ഗ്രൗണ്ടിങ് ചെയ്യുക, നമ്മുടെ കാല് തറയിൽ വെച്ചിട്ട് ഇരിക്കുക. അപ്പോഴൊക്കെ മൈൻഡിനെ ഇപ്പൊ പ്രസന്റിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ബിക്കോസ് അത് ചെയ്യുമ്പോൾ അവയർനെസ്, അപ്പൊ നമ്മൾ പതുക്കെ എനിക്കിപ്പൊ എന്താ സംഭവിക്കുന്നത്, എന്റെ ഉള്ളിൽ എന്താണ് ഇനി ക്ലിയർ ചെയ്യാനുള്ളത്, എവിടെയാണ് ഞാൻ കറക്റ്റായിട്ടല്ലാത്ത ഒരു വേ ഓഫ് റെസ്പോൺസ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങും. സ്ലോലി നമ്മൾ ആ ഒരു റൈറ്റ് ട്രാക്കിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒരു വിധം ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ചെയ്യാനുള്ളത് ഗ്രൗണ്ടിങ് ആൻഡ് ഒരു അവയർനെസ് മാത്രമേ എനിക്കത് പറയാനുള്ളൂ. ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തോളൂ. ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ഓപ്ഷൻ. ഇത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നുവെങ്കിൽ ഇത് ചെയ്യുക, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക. എവിടെയെങ്കിലും ഒരു പ്ലേസിൽ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക. നേച്ചറിൽ ഒരുപാട് ആൾക്കാർ ഇല്ലാത്ത സ്ഥലം പറ്റുമെങ്കിൽ അവിടെ കണക്ട് ചെയ്യുക. അത് നിങ്ങളുടെ വീട്ടിലെ പറ്റുവാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താലും മതി. ഇനി ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു റൂം ഉണ്ടെങ്കിൽ ആ റൂമില് തറയിൽ കാല് വെച്ചിട്ട് ഞാനിപ്പോ ഇവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധം കൊണ്ടുവരിക. എന്നിട്ട് സ്ലോലി കുറച്ചു നേരം അങ്ങനെ ആ ഒരു ക്വയറ്റിൽ ഇരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ റിയലൈസ് ചെയ്യാൻ തുടങ്ങും. ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു, അത് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടി തുടങ്ങും. ഞാൻ പറയും, നമുക്ക് കുറച്ചെങ്കിലും നമ്മളൊരു നല്ലൊരു പ്ലേസിൽ എത്തി എന്ന് പറയണമെങ്കിൽ നമുക്ക് ട്രിഗേഴ്സ് ഇല്ലാത്ത ഒരു പ്ലേസ്, ചെറിയ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അത് ഓക്കെ, ഈ രീതിയിലായിരിക്കും. അത് നമ്മളെ ഒരു രീതിയിലും നമ്മുടെ ഒരു ഡേനെയോ ഒരു ലൈഫിനെയോ അത് അഫക്ട് ചെയ്യത്തേ ഇല്ല. പിന്നെ നമ്മളൊരു ഏത് സ്റ്റേജിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇതിനകത്ത് 3 സ്റ്റേജേ പറയാനുള്ളൂ. നമ്മളൊരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രോയിങ് സ്റ്റേജ് ആണ്. ആ ഒരു സ്റ്റേജ് ആണ് ഓരോരുത്തർക്ക് എത്ര വർഷം എടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ 1 വർഷം മുതൽ 2 വർഷം മുതൽ 3 വർഷം മുതൽ 10 വർഷം വരെ അങ്ങനെ ലോങ്ങർ ഇയേഴ്സിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. സോ ആ ഒരു പീരീഡ് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. ആൻഡ് ഡോണ്ട് തിങ്ക് അബൌട്ട് ദോസ് തിങ്സ്. നമ്മുടെ എത്ര വർഷം ആയിക്കോട്ടെ, നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാമായിട്ടുള്ള ഒരു സ്റ്റേജ്. ഈ ഒരു പ്രോസസ്സിന്റെ ഒരു ഫൈനൽ സ്റ്റേജസിലൊക്കെയാണ് നമ്മൾ
നമ്മുടെ ഒരു ട്വിന്നിന്റെ ഒരു ട്രിഗർ ഇല്ലാത്ത ഒരു പ്ലേസ്. ട്വിന്നെ കുറിച്ച് ആലോചിച്ചാലും ഒരു പ്രശ്നമില്ല. സാധാരണ ഈ ലോകത്തുള്ള മറ്റു മനുഷ്യരെ നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെയാണോ അങ്ങനെ ട്വിന്നിനെ കുറിച്ച് ചിന്തിച്ചാൽ അവരെ നമ്മൾ ആലോചിക്കുന്നു, ദെൻ ജസ്റ്റ് നമ്മൾ നോർമലായിട്ട് വാക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നമ്മുടെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് അതിനുശേഷം ഒരു തോട്ടോ അല്ലെങ്കിൽ എന്താണെന്നോ ഒരു പേടിയോ ഒന്നും ഇല്ലാത്ത ഒരു പ്ലേസിൽ നമ്മൾ എത്തും. എന്ന് വെച്ചാൽ ആ ഒരു പ്ലേസിലെങ്കിലും എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഈ ജേർണീനെ ഡിഫറെന്റ് ആയിട്ട് കാണാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ട്വിൻ എന്ന് പറയുന്ന വ്യക്തി അല്ല ഇവിടുത്തെ മെയിൻ പോയിന്റ്, ഞാനാണ്, ഇവിടുന്ന് ഞാൻ എന്നെ എങ്ങനെ മാറ്റണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ ഇത് മനസ്സിലാക്കാൻ ടൈം എടുക്കും. ഒന്നിനെയും ഫോഴ്സ് ചെയ്യണ്ട. ഞാൻ പറയും, ടേക്ക് ദിസ് ജേർണി ആസ് സംതിങ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ യു. ഇതിനെ വന്ന് ഒരു നമ്മൾ ദൈവം തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട് കാണുക. ഈ ഗിഫ്റ്റിന്റെ കീ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ ഇതിന്റെ ലോക്കർ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഈ ലോക്കറിനെ തേടി കണ്ടുപിടിച്ച് ആ ലോക്കർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഈ ഗിഫ്റ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ വേർത്ത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് ഈ കീ കയ്യിൽ പിടിച്ച് ഈ ലോക്കർ എവിടെ ഉള്ളതെന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ലോക്കർ കണ്ടുപിടിക്കാൻ ദൈവം നമ്മുടെ ഈ തന്നിരിക്കുന്നത്. നമ്മൾ ഈ ഗെയിം ഒക്കെ കളിക്കുന്ന പോലെ ആ ഒരു ക്ലൂ കണ്ടെത്തി ഓരോ സ്റ്റെപ്പായിട്ട് മുമ്പോട്ട് പോയി 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 നമ്മൾ ഫൈനലി ആ ലോക്കർ കണ്ടെത്തി ആ ഗിഫ്റ്റ് പുറത്തെടുക്കുമ്പോഴാണ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നോ എന്നുള്ളത്. അന്നേരം നമുക്ക്, ഞാൻ പറയത്തില്ല ഈ ലോകത്ത് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആരെയും കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം ആയിരിക്കത്തില്ല, പക്ഷെ നമ്മുടെ ഉള്ളിലെ ഒരു ഏറ്റവും വലിയൊരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും. അത് എനിക്ക് വേണ്ട എന്നൊക്കെ ഇപ്പൊ ചിലപ്പോ തോന്നും, പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇതൊരു അവേക്കനിങ് ജേർണി ആണ്. ആ ഒരു അവേക്കൻഡ് ഫേസിൽ നമ്മൾ സമാധാനമായിട്ട് ജീവിക്കാൻ പഠിക്കും. ഡോണ്ട് വറി. ഓക്കെ ഡിയർസ്, ടേക്ക് കെയർ, ബൈ.